ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നോമ്പ് തുറ സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ്. നോമ്പ് തുറക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പാലൂദയുടെ റെസിപ്പി നോക്കാം. വീട്ടിൽ എപ്പോഴും കാണുന്ന ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കാൻ. നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ ഉള്ളപ്പോഴും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ്. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനിത് 2 പേർക്കുള്ള അളവിലാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. മൈദ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് മാവ് എടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പം വെള്ളം മുകളിൽ തെളിഞ്ഞു വരും, താഴെ ഈ മൈദ അടിഞ്ഞു വരും. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ആ വെള്ളം മാറ്റി കളയാം. താഴെ അടിഞ്ഞു കിടക്കുന്ന മൈദ പോവരുത്. അപ്പോൾ അതാ നമുക്ക് ഒട്ടും കട്ടയില്ലാത്ത മൈദയുടെ പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഗോതമ്പാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ പാല് കാച്ചിയെടുക്കണം. നിങ്ങൾ പാൽ ഏത് പാത്രത്തിലാണോ കാച്ചിയെടുക്കുന്നത് ആ പാത്രം തന്നെ എടുത്താൽ മതി. ഇതിലോട്ട് ഞാൻ 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന പാല് നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ എടുത്തിരിക്കുന്ന പാലിന് കട്ടി കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്താൽ മതി. 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്താൽ മതിയാവും. അപ്പോൾ പാലിൻ്റെ കട്ടിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട. പട്ടയുടെ അളവ് ഒട്ടും കൂടി പോകരുത് കേട്ടോ. ചെറിയ ഒരു കഷ്ണം പട്ട ഇട്ടാൽ മതി. 1 ഗ്രാമ്പു. ഇനി ഇതിലോട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ മൈദയുടെ പേസ്റ്റും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 4 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്താലും മതി. സവാള ആണെങ്കിൽ ഒരു 1/4 ഭാഗം സവാള ചേർത്താൽ മതി. നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ സിമ്മിലോട്ട് ഇട്ടു. സിമ്മിലിട്ടിട്ട് നമുക്ക് 1 മിനിറ്റും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇപ്പൊ പാല് കുറച്ച് കുറുകി വരും കേട്ടോ, നമ്മൾ മൈദ ചേർത്തിരിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് അരിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഉള്ളി വറുത്തിടണം. അപ്പം നെയ്യൊന്നും ഒട്ടും കഴിക്കാൻ പാടില്ലാത്തവരാണെങ്കിൽ ഈ സ്റ്റെപ്പ് കൊണ്ട് നിർത്താം. നമുക്ക് ഇങ്ങനെ തന്നെ പാലൂദ കഴിക്കാം. അപ്പം നെയ്യൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കുകയാണ്. ഇതിലോട്ട് 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്താൽ മതി കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം സവാളക്കാളും ടേസ്റ്റ് കൂടുതൽ ചെറിയ ഉള്ളിക്കാണെന്നല്ലേ. അപ്പൊ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ഇല്ലെങ്കിൽ സവാള ചേർത്താൽ മതി. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഇനി ഈ ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വരണം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയുടെ നിറം മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. അപ്പോൾ ഒരു 5 അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ച് ചേർക്കുകയാണ്. കുറച്ച് കിസ്മിസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പിൻ്റെ മുന്തിരിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഒന്ന് മുന്തിരി പൊങ്ങി വരുന്നവരെ വറുത്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കാച്ചി വെച്ചിരിക്കുന്ന പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാലൂദ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സർവ് ചെയ്യുന്ന ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പാലൂദ നമുക്ക് ചൂടായിട്ടും കഴിക്കാം, തണുപ്പിച്ചിട്ടും കഴിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് തണുപ്പിച്ച് കുടിക്കുന്നതായിരിക്കും ഇഷ്ടം. പക്ഷെ ഇപ്പോൾ അസുഖമൊക്കെ ആയതുകൊണ്ട് കുറച്ച് വെള്ളം ചൂടോടെ കുടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോഴും പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.